നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷനിലെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഓൾറെഡി മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതായത് കവിതാ പ്രസ്ഥാനങ്ങളാണ് ആദ്യം വന്നിരിക്കുന്നത്. ആ കവിതാ സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ആ സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആദ്യം വന്ന സാഹിത്യ പ്രസ്ഥാനങ്ങൾ കവിതാ സാഹിത്യ പ്രസ്ഥാനങ്ങളാണ്. പിന്നീട് ഗദ്യ മാതൃകകൾ ഒരുപാട് വരുന്നുണ്ട്. ഗദ്യത്തെക്കുറിച്ച് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ കവിതാ സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തെ പ്രസ്ഥാനം, മലയാളത്തിൽ ആദ്യമായിട്ടുള്ള വന്ന സാഹിത്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പാട്ട് പ്രസ്ഥാനമാണ്. അപ്പം നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ട് കണ്ടെടുത്ത കൃതി ഏതാന്ന് പറഞ്ഞാൽ രാമചരിതമാണ്. രാമചരിതം പാട്ട് പ്രസ്ഥാനത്തിൻ്റെതായിട്ട് വന്ന കൃതിയാണ്. അപ്പൊ നമുക്കത് പാട്ട് പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഏതാണ് പാട്ട് പ്രസ്ഥാനം എന്ന് പറയുമ്പം? എന്താണ് ഏം, ലീലാതിലകത്തിൽ, അതായത് ഉം, ലീലാതിലകത്തിൽ അതിനകത്ത് ഡെഫിനിഷൻ പറയുന്നുണ്ട്. എങ്ങനെയാണ്? ദ്രമിഡ സംഘാതാക്ഷര നിബിദ്ധം, അതായത് ദ്രാവിഡ അക്ഷരമാലയിൽ എഴുതപ്പെട്ടതും യതുക മോന എന്നീ അലങ്കാരങ്ങൾ ഉൾപ്പെടുന്നതും അതുപോലെ തന്നെ വൃത്തവിശേഷയുക്തം, ദ്രാവിഡ വൃത്തത്തിൽ എഴുതപ്പെടുന്നതുമായിരിക്കണം പാട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ മലയാളത്തിൽ ആദ്യ സാഹിത്യം കൃതി കണ്ടെടുത്ത ആദ്യ സാഹിത്യ കൃതി എന്ന് പറയുന്നത് രാമചരിതമാണ് എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ രാമചരിതം എന്താണ്? ഈ പറയുന്ന പാട്ട് പ്രസ്ഥാനത്തിൻ്റെതായിട്ട് വന്ന കൃതിയാണ്. ഓക്കെ, ഇപ്പം രാമചരിതത്തിന്റെ രചനാകാലം സംബന്ധിച്ച് ഒരുപാട് ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. അതായത് ഡോക്ടർ ഗുണ്ടർട്ട് അഭിപ്രായപ്പെടുന്നത് എന്താണ്, പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ ഒരു പ്രാക്തന രൂപമാണ് രാമചരിതം എന്നാണ് ഡോക്ടർ ഗുണ്ടർട്ട് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ രാമചരിതത്തിന്റെ കാലം കൊല്ലം 5-ാം ശതകത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവർഷം 13-ാം ശതകത്തിന്റെ അവസാനമാണെന്ന് AR രാജരാജവർമ്മയും അതുപോലെ തന്നെ ക്രിസ്തുവർഷം 12-ാം ശതകമാണെന്ന് ഉള്ളൂരും അഭിപ്രായപ്പെടുന്നു. ഓക്കെ, അപ്പം ഏകദേശം രാമചരിതത്തെ കുറിച്ച് ഗവേഷണം നടത്തിയ KM ജോർജ് പറയുന്നത് ഏകദേശം ഒരു 12-ാം ശതകമോ അല്ലെ 13-ാം ശതകമോ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ രചിച്ച കൃതിയാണെന്നും അഭിപ്രായമുണ്ട്. അപ്പം കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് രാമചരിതത്തെക്കുറിച്ച്, അതിന്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. പാട്ട് പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ പ്രധാനമായി 3 ഘട്ടങ്ങളാണ് കാണാൻ പറ്റുന്നത്. 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കൃതികളുടെ 3 ഘട്ടങ്ങളാണ്. ആദ്യമായി കണ്ടെടുക്കപ്പെട്ട കൃതി രാമചരിതമാണ്. അപ്പം ഈ രാമചരിതവും തിരുനിഴൽ മാല എന്ന് പറയുന്ന മറ്റൊരു കൃതിയും ഉൾപ്പെടുന്നതാണ് 1-ാം കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ലീലാതിലകത്തിൽ ഡെഫിനിഷൻ പറയുന്ന ആ ഡെഫിനിഷനെ അതേപോലെ പാലിക്കുന്ന കൃതികളാണ്. അതായത് ദ്രാവിഡ അക്ഷരമാലയിൽ അന്നുണ്ടാകുന്ന 30 അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് എഴുതപ്പെട്ടത്. യതുക മോന എന്നിവ കൃത്യമായി പാലിക്കുന്നു. അതുപോലെ ദ്രാവിഡ വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്ന കൃതികൾക്കെല്ലാം ദ്രാവിഡ വൃത്തമാണ്. പക്ഷെ 2-ാം കാലഘട്ടം തൊട്ട് ചെറിയൊരു വ്യത്യാസം അതിനുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, അതായത് ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം അല്ലെങ്കിൽ ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമേ കൃതികൾ എഴുതാവൂ അല്ലെങ്കിൽ പാട്ടുകൃതികൾ എഴുതാവൂ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ ലംഘിച്ചാണ് പിന്നീടുള്ള കൃതികൾ എഴുതിയത്. അങ്ങനെയാണ് പിന്നീട് മലയാളത്തിലേക്കുള്ള ഒരു മാറ്റം. അങ്ങനെയാണ് പുതിയ അക്ഷരമാലകൾ കടന്നു വരികയും അങ്ങനെ അങ്ങനെ കടന്നു വന്ന് എഴുത്തച്ഛന്റെ സമയമാകുമ്പോൾ 51 അക്ഷരങ്ങളുള്ള അക്ഷരമാലയായിട്ട് മലയാളം മാറുന്നു. അതിനു മുമ്പ് തന്നെ ആ ഭാഷാ വിപ്ലവം തുടങ്ങി വെച്ചത് നിരണം കവികളായിരുന്നു. നിരണം കവികള് കൂടുതൽ പദങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് കണ്ടെടുത്ത് അതിനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന മണിപ്രവാളത്തെയും അതുപോലെ തന്നെ പാട്ടിനെയും സമന്വയിപ്പിച്ചാണ് 2-ാം കാലഘട്ടം തൊട്ട്, അതായത് പാട്ട് പ്രസ്ഥാനത്തിന്റെ 2-ാം കാലഘട്ടത്തിലെ കൃതികൾ തൊട്ട് എഴുതി തുടങ്ങിയത്. അപ്പം 1-ാം കാലഘട്ടത്തിൽ വരുന്നതാണ് രാമചരിതം, അതുപോലെ തിരുനിഴൽ മാല എന്നിവയാണ്. 2-ാം കാലഘട്ട കൃതികൾ നിരണം കൃതികൾ, അതുപോലെ രാമകഥാ പാട്ട് എന്നിവയാണ്. നിരണം കവികൾ എഴുതിയ കൃതികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാമകഥാ പാട്ട് എന്ന് പറയുന്ന മറ്റൊരു കൃതിയുമുണ്ട്. ഓക്കെ, അത് അവ്വാട്ടുതുറ അയ്യപ്പിള്ള ആശാൻ എഴുതിയ ഒരു കൃതിയാണ് രാമകഥാ പാട്ട് എന്ന് പറയുന്നത്. അതായത് രാമായണ കഥയാണ് ഇതിലെ പ്രമേയം എന്ന് പറയുന്നത്, ഈ പറയുന്ന രാമകഥാ പാട്ടിലെ. അപ്പം ഇനി 3-ാം കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ലീലാതിലകകാരൻ പറയുന്ന ലക്ഷണങ്ങളിൽ നിന്നെല്ലാം കംപ്ലീറ്റ് വ്യതിചലിച്ചുകൊണ്ട് പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണപ്പാട്ട് അല്ലെ കൃഷ്ണഗാഥ, കിളിപ്പാട്ട്, വഞ്ചിപ്പാട്ട്, തുള്ളൽപ്പാട്ട് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് 3-ാം കാലഘട്ടം. അപ്പം ഈ പറയുന്ന ലീലാതിലകകാരൻ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഏകദേശം എല്ലാം ലംഘിച്ചുകൊണ്ട് തന്നെ
വ്യതിചലിച്ചുകൊണ്ട് തന്നെ പുതിയ ഒരു പാട്ട് എന്ന പേരിൽ തന്നെ വന്നിരിക്കുന്നു. പക്ഷെ അവരെല്ലാവരും ദ്രാവിഡ വൃത്തങ്ങളാണ് ഉപയോഗിച്ചത്. അതായത് വൃത്തവിശേഷ യുക്തം എന്ന് പറയുന്നത് ദ്രാവിഡ വൃത്തമാണ് അവരെല്ലാവരും ഉപയോഗിച്ചത്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വന്നു. അങ്ങനെയാണ് ഈ പറയുന്ന 3 കാലഘട്ടങ്ങൾ. അപ്പൊ ആദ്യ കാലഘട്ടത്തിലെ കൃതി നമുക്ക് നോക്കാം. രാമചരിതം. രാമചരിതം എന്താണ്? ആദ്യമായി കണ്ടെടുത്ത മലയാള കൃതിയാണെന്ന് പറഞ്ഞായിരുന്നു. രചയിതാവ് ആരാണ്? ചീരാമ കവിയാണ് രചയിതാവ്. പിന്നെ പാട്ട് പ്രസ്ഥാനത്തിൽ തന്നെ 1-ാം കാലഘട്ടത്തിലെ കൃതി ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിന്റെ പ്രമേയം എന്താണ്? രാമായണത്തിലെ യുദ്ധകാണ്ഡമാണ് ഇതിവൃത്തം. ലീലാതിലേകാരൻ പറയുന്ന പാട്ടിന്റെ ലക്ഷണങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട്. അതുപോലെ കേരള പാണിനിയുടെ 6 നയങ്ങൾ. കേരള പാണിനി അതായത് മലയാളം തമിഴിൽ നിന്നാണ് വന്നതെന്ന് വാദിക്കണം. അതായത് മലയാളം കൊടുന്തമിഴിന്റെ ഒരു കൊടുന്തമിഴിൽ നിന്നാണ് വന്ന എന്ന് പറഞ്ഞ് അദ്ദേഹം വാദിക്കാനായിട്ട് ഒരു 6 നയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അപ്പം ആ 6 നയങ്ങളിൽ ഒന്നുപോലും സംഭവിക്കാത്ത ഒരു രീതിയിലുള്ള ഭാഷയാണ്. അപ്പം കേരളപാണിയുടെ 6 നയങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് എടുത്തു നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താ കേരളപാണിയുടെ 6 നയങ്ങളിൽ ഒന്നുപോലും സംഭവിക്കാത്ത ഭാഷയാണ്. അതുപോലെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഊനമറ്റെഴും ഇരാമചരിതത്തിൽ ഒരു തെല്ല് ഊഴിയിൽ ചെറിയവർക്കറിയുമാർ ചെയ്യുവാൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത രാമചരിതത്തിൽ ഒരു ഭാഗം എന്താണ്? ഊഴിയിൽ ചെറിയവർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ത്രൈവർണികരല്ലാത്ത, ത്രൈവർണികർ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർ ഉൾപ്പെടുന്നതാണ്. അതല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ത്രൈവർണികേതരരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത്. പിന്നെ ചീരാമ കവിയെ മലയാളത്തിന്റെ ചോസർ എന്ന് വിശേഷിപ്പിച്ചത് എന്താണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ചോസർ എന്ന് പറഞ്ഞാൽ ആംഗലേയ സാഹിത്യത്തിലെ കവിതയുടെ പിതാവാണ് ചോസർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ചീരാമ കവിയെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മലയാളത്തിന്റെ ചോസർ എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ 1-ാം കാലഘട്ടത്തിലെ മറ്റൊരു കൃതിയാണ് തിരുനിഴൽമാല. തിരുനിഴൽമാല എന്ന് പറയുമ്പോൾ രാമചരിതത്തെ പോലെ തന്നെ പാട്ടിന് ലീലാതിലേകാരൻ നൽകുന്ന ലക്ഷണം കൃത്യമായി പാലിക്കുന്ന മറ്റൊരു കൃതിയാണ് തിരുനിഴൽമാല എന്ന് പറയുന്നത്. അപ്പം കാവ്യത്തിന്റെ അവസാനത്തിൽ കൃതിയുടെ പേരും ഗ്രന്ഥകാരന്റെ പേരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഗോവിന്ദൻ എന്നാണ് ഗ്രന്ഥകാരന്റെ പേര്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ദ്രാവിഡ പദങ്ങൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രചനാ രീതിയാണ്. സംസ്കൃത പദങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ടാണ്. അതുപോലെ ദ്രമിഡ സംഘാതാക്ഷര പാഠം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവിഡ അക്ഷരമാല അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രം എഴുതപ്പെട്ട കൃതിയാണ്. പിന്നെ അതുപോലെ തന്നെ മലയർ നടത്തുന്ന അനുഷ്ഠാന ക്രിയയാണ്. അതായത് നിഴൽ എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനമാണ്. അത് മലയർ നടത്തുന്ന ഒരു അനുഷ്ഠാനമാണ്. ആ അനുഷ്ഠാനത്തിന്റെ വർണ്ണനമാണ് ഈ കൃതിയുടെ ഇതിവൃത്തം. ആ അനുഷ്ഠാനം എവിടെയാണ് നടത്തപ്പെടുന്നത്? ആറന്മുള ക്ഷേത്രത്തിലായിരുന്നു അത് നടത്തപ്പെട്ടത്. അപ്പം ഇതിന് കാരണം കവിക്ക് ആറന്മുള അപ്പനോടുള്ള ഭക്തിയോ അല്ലെങ്കിൽ നിഴൽ എന്ന് പറയുന്ന അനുഷ്ഠാന കർമ്മത്തോടുള്ള അഭിനിവേശമോ ആയിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കൃതികൾ ഓർക്കണം. പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അതാണ്. കൃതികൾ ആരാണ് എഴുതിയിരിക്കുന്നത്, അത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മലയാള ഭാഷയുടെ ചരിത്രത്തിനെ കുറിച്ച് കുറച്ച് തിയറികൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. UPSC റിലേറ്റഡ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിനകത്ത് അത്രയും വാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട. അത് ഓരോന്നും നിങ്ങൾ നോക്കുമ്പോഴും അതിനകത്ത് ഇതുപോലെ തന്നെ ആ ഓരോ കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അവർ എഴുതിയ സ്പെസിഫൈഡ് കൃതികളുണ്ട്. അപ്പൊ ജസ്റ്റ് ആ കൃതികൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അതൊന്ന് റിവൈസ് ചെയ്താലും മതി. ഓക്കെ, ഇത് അടുത്ത ഇനിയും അപ്പൊ കൃതികളൊക്കെ പ്രധാനമായിട്ട് നോക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ ജസ്റ്റ് എന്താണ് ഇത് സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്രയും ഒരു കാര്യങ്ങളെങ്കിലും ഒന്ന് ഔട്ട്ലൈൻ കിട്ടിപ്പോണം. അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ഒത്തിരി ഡീപ്പായിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനും പറ്റില്ല, സമയം നമുക്ക് തീരെ കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ഇനിയും 2-ാം കാലഘട്ട കൃതികളിലേക്ക് വരുന്നു. 1-ാം കാലഘട്ടം കഴിഞ്ഞു, നമ്മൾ പറഞ്ഞായിരുന്നു രാമചരിതം, തിരുനിഴൽമാല 2 കൃതികൾ പറഞ്ഞു. ഇനിയും 2-ാം കാലഘട്ട കൃതികൾ ഞാൻ നിരണം കൃതികളുടെ കാലഘട്ടമാണ്. അതുപോലെ തന്നെ രാമകഥാപാട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. രാമകഥാപാട്ട് അവാർഡ് തുറ അയ്യപ്പിള്ള ആശാൻ എഴുതിയതാണ്. ഓക്കെ, അപ്പം ഏകദേശം ക്രിസ്തുവർഷം 1400 രചിക്കപ്പെട്ട ഒരു കൃതിയായിട്ട് കരുതാവുന്നതാണ് രാമകഥാപാട്ട് എന്ന് പറയുന്നത്. മലയാള സാഹിത്യത്തിലെ പൂർണ്ണമായ ആദ്യത്തെ രാമായണ കൃതിയാണ് രാമകഥാപാട്ട്. ഇപ്പൊ രാമകഥാപാട്ടിനെ കുറിച്ച് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ 2-ാം കാലഘട്ടത്തിലെ മറ്റ് ഒരു കൃതിയാണ് നിരണം കൃതികൾ അല്ലെങ്കിൽ കണ്ണശന്മാരുടെ കൃതികൾ. അതായത് ക്രിസ്തുവർഷം 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ, അതായത് ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂറിൽ തിരുവല്ലയ്ക്ക് തെക്ക് പടിഞ്ഞാറുള്ള നിരണം പ്രദേശത്ത് ജീവിച്ചിരുന്ന കവികളാണ് നിരണം കവികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ,
അപ്പം തിരുവല്ലയിലായിരുന്നു അവർ ജീവിച്ചത്. അപ്പം ഇവര് കണ്ണശന്മാരെന്നും അറിയപ്പെടുന്നുണ്ട്. നിരണം കവികൾ കണ്ണശന്മാരെന്നും അറിയപ്പെടുന്നു. അവരുടെ കൃതികളായിട്ട് പ്രധാനമായും ലഭ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ്? അവര് പ്രധാനമായിട്ടും 3 കവികളാണ്. അതായത് നിരണത്ത് രാമപ്പണിക്കർ, നിരണത്ത് മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ എന്നിങ്ങനെ 3 കവികളാണ്. അപ്പം നിരണത്ത് രാമപ്പണിക്കർ, അതുപോലെ തന്നെ മാധവ പണിക്കർ, അതുപോലെ തന്നെ ശങ്കരപ്പണിക്കർ എന്നിങ്ങനെ 3 കവികളാണ് അതിനകത്തുള്ളത്. ഓക്കെ. അപ്പം ഇവര് കണ്ണശന്മാരെന്നും അറിയപ്പെടുന്നു. ഇവരുടെ കൃതികളായിട്ട് ലഭ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ്? മാധവ പണിക്കർ എഴുതിയ ഭാഷാ ഭഗവത്ഗീത, അതുപോലെ തന്നെ ശങ്കരപ്പണിക്കർ എഴുതിയ ഭാരതമാല, അതുപോലെ രാമപ്പണിക്കരുടെ രാമായണം, അതായത് കണ്ണശ രാമായണം, കണ്ണശ ഭാരതം, കണ്ണശ ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം, ഇതെല്ലാം രാമപ്പണിക്കർ എഴുതി. അപ്പൊ മാധവ പണിക്കർ എഴുതിയതാണ് ഭാഷാ ഭഗവത്ഗീത, നോട്ട് ചെയ്യണം. ശങ്കരപ്പണിക്കർ എഴുതിയതാണ് ഭാരതമാല, രാമപ്പണിക്കർ എഴുതിയതാണ് രാമായണം, ഭാരതം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എന്നിവ. ഇവരുടെ കൃതികളുടെ പ്രത്യേകത എന്താണ്? അതായത് പാട്ടും മണിപ്രവാളവും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ കാവ്യ ഭാഷയാണ് നിരണം കവിതകളിൽ പൊതുവെ കാണപ്പെടുന്നത്. അതായത് പാട്ടിന്റെയും മണിപ്രവാളം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് പാട്ട്, എന്താണ് മണിപ്രവാളം എന്ന്. ഓക്കെ, ആ വീഡിയോ എടുത്ത് കാണുക. അപ്പം ഇതിന്റെ രണ്ടിന്റെയും മിശ്രണം എവിടെ കാണപ്പെടുന്നു? നിരണം കവിതകൾ കാണപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? അതായത് ദ്രാവിഡ അക്ഷരമാലയിലെ 30 അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമേ കൃതികൾ എഴുതാവൂ എന്ന് പറഞ്ഞിരുന്ന ലീലാതിലേകാരൻ പറഞ്ഞിരുന്ന ആ ഒരു വ്യവസ്ഥയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ലംഘിച്ചിട്ട് അധികരം, മൃദു, ഘോഷം എന്നിങ്ങനെ പുതിയ അക്ഷരമാല സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടാണ് ആരെഴുതിയ കണ്ണശന്മാർ എഴുതിയത്. അതുകൊണ്ടാണ് മണിപ്രവാളത്തിൽ ഈ അക്ഷരങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാട്ടും മണിപ്രവാളവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ കാവ്യഭാഷ നിരണം കവിതകളിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദ്രമിഡ സംഘാതാക്ഷ നിബദ്ധം എന്ന വ്യവസ്ഥ ലംഘിച്ചു. പക്ഷെ ഇതിവൃത്തം, വൃത്തം എന്നിവയിൽ പാട്ടിന്റെ പാരമ്പര്യം ഉപേക്ഷിച്ചില്ല. ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ആണ്. കണ്ടന്റ് എന്താണ്? ആര്യ ഇതിവൃത്തമാണ്, അല്ലെ? പുരാണ കഥകളിൽ നിന്നാണ് ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത്. വൃത്തം എന്ന് പറയുന്നത് ദ്രാവിഡ വൃത്തമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഈ രാമചരിതം എഴുതപ്പെട്ട നിരീശൈ ആശിരിയപ്പ എന്ന് പറയുന്ന ഒരു ദ്രാവിഡ വൃത്തത്തിലായിരുന്നു. ഇനിയും കണ്ണശന്മാരുടെ കൃതികൾ എഴുതിയത് എന്താണ്? അതും ദ്രാവിഡ വൃത്തത്തിലാണ്. ഓക്കെ, അപ്പം അവരുടെ വൃത്തത്തെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം, ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആര്യ ഇതിവൃത്തവും ദ്രാവിഡ വൃത്തവുമാണ് കവിതാരചനയ്ക്ക് സ്വീകരിച്ചത്. പിന്നെ ഒരു മിശ്ര ഭാഷയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന മണിപ്രവാളമല്ല, മണിപ്രവാളം എന്ന് പറഞ്ഞാൽ ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്നാണ്. ഭാഷയ്ക്കായിരിക്കണം പ്രാധാന്യം, സംസ്കൃതത്തിന് പ്രാധാന്യം കുറവായിരിക്കണം. വിഭക്തിന്റെ സംസ്കൃത വിഭക്തിയോട് കൂടിയ പദങ്ങളായിരിക്കണം ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ സംസ്കൃത വിഭക്തിയോടുകൂടിയുള്ള പദങ്ങളല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ഇതിനെ മണിപ്രവാളം ഒന്നും വിളിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഒരു മിശ്ര ഭാഷ എന്ന് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പം കണ്ണശ രാമായണത്തിൽ പ്രധാനമായും കാണുന്ന 3 വൃത്തങ്ങളാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട വൃത്തമാണ് നിരണം വൃത്തം എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്ന ദീർഘതരംഗിണി വൃത്തം. ദീർഘതരംഗിണി ദ്രാവിഡ വൃത്തമാണ്. അപ്പം 3 വൃത്തങ്ങളാണ്. അതിൽ പ്രധാന വൃത്തം എന്താണ്? ദീർഘതരംഗിണി വൃത്തമാണ്. അതറിയപ്പെടുന്ന നിരണം വൃത്തം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്വൈത ചിന്താ പദ്ധതിയെ മുൻനിർത്തിയാണ് കണ്ണശന്മാർ ഭക്തി സാഹിത്യത്തിന്റെ പ്രോദ്ഘാതകരായത്. അപ്പം എല്ലാവരെയും തുല്യരായി കാണുന്ന അദ്വൈത ചിന്താ പദ്ധതിയെ മുൻനിർത്തിയാണ് അവർ കൃതികൾ എഴുതിയത്. ഓക്കെ, പിന്നെ പാട്ടുഭാഷയെ മണിപ്രവാളവുമായിട്ട് ചേർത്തെങ്കിലും എന്താണ്, പാട്ടിനും മണിപ്രവാളത്തിനും ഇടയിലുള്ള ഒരു ഭാഷാപരമായിട്ടുള്ള വൈജാത്യം ഇല്ലാതാക്കേണ്ട അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവര് പറയുന്ന അവരുടെ കൃതികളിൽ ഇങ്ങനെ പറയുന്നു, ഭാഷാ മിശ്രം ഇതെൻട്രി കഴിയാതെ എന്ന് പറയുന്നുണ്ട്. ഭാഷാ മിശ്രം എന്ന് അറിയാതെ, ഭാഷാ മിശ്രമാണെന്ന് ഉള്ള രീതിയിൽ അല്ലാതെ നിങ്ങൾ ഈ കൃതികൾ വായിക്കണം. അതാണ് ഭാഷാ മിശ്രം ഇതെൻട്രി കഴിയാതെ എന്ന് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്വതന്ത്ര കൃതിയാണ്. നേരിട്ടുള്ള രാമായണത്തിന്റെ തർജ്ജമയല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് എല്ലാ കാണ്ഡങ്ങളിലും കഥാഘടനയിൽ വലിയ മാറ്റമൊന്നും കൂടാതെ വാൽമീകി അനുസരിച്ചിരിക്കുകയാണ്. പക്ഷെ 24,000-ഓളം ശ്ലോകങ്ങളുള്ള രാമായണ കഥയിൽ ചില മാറ്റങ്ങളും സ്വതന്ത്ര കൽപ്പനകളും ചേർത്ത് 3059 പാട്ടുകളിലൂടെയാണ് കണ്ണശൻ ആവിഷ്കരിക്കുന്നത്. അപ്പം 3059 പാട്ടുകളാണ് ഇതിനകത്തുള്ളത്. 24,000 ശ്ലോകങ്ങളുള്ള രാമായണ കഥയെ 3059 പാട്ടുകളായി ചുരുക്കിയിരിക്കുകയാണ് കണ്ണശൻ ചെയ്തിരിക്കുന്നത്. അടുത്ത സാഹിത്യരൂപം എന്ന രീതിയിൽ നിരണം കൃതികളുടെ സവിശേഷതകൾ നോക്കാം. അത് മണിപ്രവാളത്തിന് ഒരു തിരിച്ചടി എന്ന രീതിയിലാണ് കടന്നു വന്നത്. മണിപ്രവാളം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ദേവദാസി സമ്പ്രദായം, പിന്നീട് അതൊരു എന്താണ്
പിന്നീട് ചൂഷണങ്ങൾക്ക് വിധേയമായിട്ട് അതൊരു ലൈംഗിക തൊഴിലിലേക്ക് പോകുന്ന ഒരു സമയം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നടന്നിരുന്ന ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു കൃതിയായിട്ടാണ് മണിപ്രവാളം വന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പം നമ്മൾ ആദ്യ മണിപ്രവാള കൃതി എടുത്താൽ തന്നെ മണിപ്രവാളത്തിന്റെ ആദ്യ കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശിക തന്ത്രമാണ്. വൈശിക തന്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്, അനങ്കസേന എന്ന യുവതിയായ വേശ്യയ്ക്ക് വേശ്യാവൃത്തി തന്ത്രങ്ങൾ അവളുടെ അമ്മ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കൃതിയാണ് ഈ പറയുന്ന വൈശിക തന്ത്രം എന്ന് പറഞ്ഞ കൃതി. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഗണികകളുടെ കഥകളാണ് കൂടുതൽ അതിനകത്ത് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എന്താണ് പിന്നീട് ഈ പറയുന്ന ദേവദാസി സമ്പ്രദായം ലൈംഗിക തൊഴിലേക്ക് പോയ ഒരു സമയമാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന ആ കൃതികൾക്ക്, അതായത് മണിപ്രവാളത്തിന് ഒരു തിരിച്ചടി എന്ന രീതിയിൽ ഭക്തി പ്രസ്ഥാനത്തിലെ കൃതികൾ മലയാളത്തിലേക്ക് കടന്നു വരാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഭക്തി പ്രസ്ഥാനത്തെ ഭാഷയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത, കണ്ണശന്മാരുടെ ഒരു പ്രത്യേകത. അങ്ങനെ ഭാഷയിൽ ഒരു പുതിയ നവോത്ഥാനത്തിന് തുടക്കമിട്ടു എന്നതും കണ്ണശൻ കൃതികളുടെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് മൂന്നാം കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ എന്ന് പറയുന്നത് അത് ചെറുശ്ശേരിയാണ് എഴുതിയത്. മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായിട്ട് കാണപ്പെടുന്നതാണ് കൃഷ്ണഗാഥ. നോട്ട് ചെയ്യണം, മലയാളത്തിലെ ആദ്യ മഹാകാവ്യം. മഹാകാവ്യം എന്ന് പറയുമ്പം എന്താണ്, സംസ്കൃത വൃത്തങ്ങളായിരിക്കണം ഉപയോഗിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മഹാകാവ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ കൃഷ്ണഗാഥയിൽ എന്താണ്, ദ്രാവിഡ വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്യണം. പക്ഷെ എന്നിട്ടും ഒരു മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായിട്ട് കൃഷ്ണഗാഥയെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പം ലളിത സംസ്കൃത പദങ്ങളും ശുദ്ധ മലയാള പദങ്ങളും കോർത്തിറങ്ങിയ ഭാഷാ ശൈലിയാണ് മഞ്ചരി വൃത്തത്തിലാണ് രചിക്കപ്പെട്ടത്. മഞ്ചരി എന്ന് പറഞ്ഞ ദ്രാവിഡ വൃത്തത്തിലാണ് രചിക്കപ്പെട്ടത്. ഓക്കെ. അതുവരെ കാവ്യഭാഷയിൽ നിലനിന്നിരുന്ന തമിഴ് സങ്കര രീതിയിൽ നിന്ന് തീർത്തും മുക്തമായ കൃതിയാണ്. അതായത് ഇപ്പോഴത്തെ മലയാളം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ മലയാളത്തെക്കുറിച്ച് അതുപോലെ പറയുന്ന ഒരു കൃതിയാണ് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന കൃഷ്ണഗാഥ. ഓക്കെ. അതുപോലെ നാടോടി മലയാളത്തിലോട്ട് ആഭിമുഖ്യം പുലർത്തുന്ന കൃതിയാണ്. പിന്നെ ഭാഷാ രീതിയിലും വൃത്തത്തിലും വടക്കം പാട്ടുകളോട് ആഭിമുഖ്യം കാണിക്കുന്നു. ഇതിന്റെ പ്രത്യേകത ഏതൊക്കെയാണ്? ത്രിവേണി സംഗമം എന്നും പറയപ്പെടുന്നുണ്ട്. കൃഷ്ണഗാഥ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ത്രിവേണി സംഗമം? അതായത് മൂന്ന് അതായത് ഈ പറയുന്ന സാഹിത്യത്തിന്റെ മൂന്ന് രീതികൾ ഒരുമിച്ച് സംഗമിക്കുന്നത്. അതായത് പാട്ട്, മണിപ്രവാളം, നാടൻ പാട്ട് എന്നിങ്ങനെ മൂന്നെണ്ണവും ഒരുമിച്ച് സംഗമിക്കുന്നതാണ് കൃഷ്ണഗാഥ. കാരണം പാട്ടിന്റെ പ്രത്യേകതകളുണ്ട്, മണിപ്രവാളത്തിന്റെ പ്രത്യേകതകളുണ്ട്, നാടൻ പാട്ടിന്റെ പ്രത്യേകതകളുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ സംഗമിക്കുന്നുണ്ട്. ത്രിവേണി സംഗമം ആണ് കൃഷ്ണഗാഥ എന്നും പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത ഇനി എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. രാമായണം കിളിപ്പാട്ട്, അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് ഒക്കെ എഴുതിയത് അദ്ദേഹമാണ്. അതുപോലെ ഹരിനാമ കീർത്തനം എഴുതിയ അദ്ദേഹമാണ്. ഓക്കെ. അപ്പം ആധ്യാത്മിക തത്വപ്രബോധനം കൊണ്ട് മലയാളി കവിതയ്ക്ക് കരുത്തുണ്ടാക്കി എന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു, ഈ അധികര മൃദുഘോഷങ്ങളായിട്ട് പുതിയ അക്ഷരമാല കടമെടുത്താണ് കണ്ണശന്മാര് എന്താണ് ഈ പറയുന്ന പാട്ടിനെയും മണിപ്രവാളത്തെയും സമന്വയിപ്പിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പുതിയ അക്ഷരമാല വീണ്ടും സംസ്കൃതത്തിൽ നിന്ന് കടമെടുത്ത് 51 അക്ഷരങ്ങളുള്ള അക്ഷരമാലയാക്കി മലയാളത്തെ മാറ്റിയതാരാണ്? എഴുത്തച്ഛനാണ്. അപ്പൊ അതുകൊണ്ടാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ മലയാള ഭാഷയ്ക്ക് പദസമ്പത്ത് വർദ്ധിപ്പിച്ചു. അതുപോലെ സംസ്കൃതം അറിയാത്തവർക്കും ഉത്തമ കവിത ആസ്വദിക്കാൻ അവസരം ഉണ്ടാക്കി. അതുപോലെ കിളിപ്പാട്ട് വൃത്തങ്ങൾ, പ്രധാനമായിട്ടുള്ള കിളിപ്പാട്ട് വൃത്തങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ എഴുത്തച്ഛൻ ഉപയോഗിച്ച വൃത്തങ്ങൾ കാകളി, കളകാഞ്ചി, മണികാഞ്ചി, മിശ്രകാകളി, ഊനകാകളി, കേക, അന്നനട, പല്ലവിനി എന്നിവയാണ്. ഓക്കെ. പിന്നെ അതെല്ലാം ദ്രാവിഡ വൃത്തങ്ങളാണ്. പിന്നെ എഴുത്തച്ഛൻ കൃതികളുടെ സവിശേഷതകൾ എന്താണ്? അതായത് ശുദ്ധ മലയാളമുണ്ട്, തനി സംസ്കൃതമുണ്ട്, മണിപ്രവാളമുണ്ട്. ഇവയെല്ലാത്തിന്റെയും കൂടെ മിശ്രണമാണ്. ഇതെല്ലാം എഴുത്തച്ഛൻ കൃതികളിൽ കാണാം. പക്ഷെ സംസ്കൃത പദബഹുലമല്ലാത്ത ഒരു മണിപ്രവാള കൃതിയാണ് എഴുത്തച്ഛൻ മിക്കവാറും സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള, സംസ്കൃതത്തിന് അധികം പ്രാധാന്യമില്ലാത്ത ഒരു മണിപ്രവാള കൃതി. അതാണ് സംസ്കൃത പദബഹുലമല്ലാത്ത ഒരു മണിപ്രവാള രീതി. അതാണ് എഴുത്തച്ഛൻ മിക്കവാറും സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സൂക്ഷ്മ വർണ്ണനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങളും എടുത്ത അവരുടെ ഓരോ എന്താണ് ഓരോ കഥകൾ എടുക്കുകയാണ്, ആ കഥയ്ക്ക് ഓരോന്നിനും ഈ പ്രാധാന്യം കൊടുത്ത് പോരുവാണ് ചെയ്യുന്നത്. പക്ഷെ യുദ്ധരംഗങ്ങളുടെ വർണ്ണനയ്ക്ക് വരുമ്പോൾ മൊത്തത്തിലുള്ള വർണ്ണന, സ്ഥൂല വർണ്ണന, ഞാൻ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന എന്റെ വർണ്ണനയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് എഴുത്തച്ഛൻ കൃതികളുടെ പ്രത്യേകതകൾ. ഓക്കെ. അപ്പം ഇത്രയുമാണ് ജസ്റ്റ് എന്താണ്
മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായ പാട്ട് പ്രസ്ഥാനത്തെ കുറിച്ച് ജസ്റ്റ് അത്ര ഏകദേശം ഒരു തിയറി പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം എക്സ്ട്രാക്ട് ചെയ്താണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇനിയും പാഠ്യപ്രസ്ഥാനം, അടുത്ത ഇനിയും മണിപ്രവാളമാണ്. മണിപ്രവാളം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.